എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു ഒരു നാടൻ കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയതെല്ലാം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കും. അപ്പോൾ അതിന് വേണ്ടിയ സാധനങ്ങളെല്ലാം നിങ്ങളെ ഞാൻ വേണ്ടിയത് ആദ്യം ഒരു മാങ്ങായ ഇങ്ങനെ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ചേമ്പും താള്, ഒരു ചെറിയ ചേമ്പിൻ്റെ താള്, പിന്നെ ആണെങ്കിൽ ഒരു 10 ചേമ്പും വിത്ത് ചെറുത് അത് കഷ്ണമാക്കി അത് ഇട്ടിട്ട്, പിന്നെ പച്ചമുളക്, കരിയാപ്പില, പിന്നെ ആണെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 5 കഷ്ണം ഉള്ളി. ഇത്രയാണ് നമ്മളിതിന് ഈ കൂട്ടാനിന് വേണ്ടിയത് നമ്മൾ ചേർക്കുന്നത്. അപ്പം ഒരു നാടൻ കൂട്ടാൻ, വേറെ ഈ മഴ സമയത്ത് മഴ നല്ലോണം വെളിയിൽ നടക്കുന്നു, വേറെ ഉച്ചയ്ക്ക് കൂട്ടാൻ. അപ്പം നമ്മളിങ്ങനൊരു നാടൻ കൂട്ടാൻ വെക്കാൻ പോകും. അപ്പം എല്ലാവരും ഞാനിത് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാൻ നേരം നിങ്ങളെ കാണിക്കും. അപ്പം നമ്മൾ ഒരു മുറി തേങ്ങ അരച്ച് 5 കഷ്ണം ഉള്ളിയും 1 മുറി തേങ്ങയും 3 സ്പൂണ് മുളകും 1 ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരച്ച് നമ്മളതും വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു തുള്ളി ഈ ചട്ടിക്കകത്തോട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ മാങ്ങ വരിയിടാം. മാങ്ങ എല്ലാം നമ്മൾ വരിയിട്ട് അത് കഴിയുമ്പം നമ്മുടെ ചേമ്പും താള് നമ്മൾ കഴുകി വെച്ചിട്ടില്ലേ അത്, പിന്നെ നമ്മുടെ ചേമ്പും വിത്ത് നമ്മളിവിടെ കഴുകി വെച്ചേക്കുക അതുമില്ല. അത് കഴിഞ്ഞ് നമുക്ക് ഈ 3 മുളക് കീറിയിടണം, ഇച്ചിരി കരിവേപ്പില ഇടാം. അപ്പം നമുക്ക് നമ്മുടെ ഈ തേങ്ങ അതിനകത്തോട്ടിട്ട് നമുക്കിതൊന്ന് ഒരു പെരളം പോലെ ഇതൊന്ന് ഇളക്കി വെക്കാം. നമ്മുടെ ഒരു നാടൻ കൂട്ടാനാണ് നമ്മൾ ഈ വെക്കുന്നത്. ഇപ്പം നമ്മൾ എല്ലാം ഇട്ട് കലക്കി അടുപ്പിൽ ഉപ്പ് ഇട്ട് കരിയാപ്പില ഇട്ട് പച്ചമുളകും കീറി കലക്കി വെച്ചു. ഇനി ഗ്യാസും കത്തിച്ച് വെച്ചു. ഇനി ഇതൊന്ന് ഒരു 10-15 മിനിറ്റ് ഇരിക്കട്ടെ. ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം. ഇതൊന്ന് വെന്തിട്ട് ഞാൻ കാണിക്കും. അപ്പം നമ്മുടെ കൂട്ടാൻ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ കൂട്ടാനെല്ലാം ഒരുവിധം പറ്റി ഞാൻ നല്ലവണ്ണം ചുറ്റി വെച്ചേക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. നല്ല അടിപൊളി കൂട്ടാനാണ്. അപ്പം മാങ്ങായ്ക്ക് പുളിയുണ്ടല്ലോ, മാങ്ങായ്ക്കിട്ട് അപ്പം നല്ല കൂട്ടാനാണ്. ഞങ്ങൾ വെച്ച് നോക്കിയിട്ടാണ് ഇതിപ്പോൾ ഇട്ടത്. അപ്പം നിങ്ങളെല്ലാവരും ഒക്കെ വെച്ച് നോക്കി എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഓക്കെ, ബൈ.